അപ്പൊ മറ്റു കാര്യങ്ങളൊന്നും തർക്കമില്ലാത്ത സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം. എന്താ മത്തായി കുഞ്ഞ്? ഓ, തോമസ് ഊട്ടിക്ക് പെണ്ണിനെ ബോധിച്ചല്ലോ, വാക്ക് കൊടുക്കാൻ പോവാ. ശ്രീധനക്കാര്യമൊക്കെ ന്യായമായിട്ടങ്ങ് ചെയ്താ മതി. ഒരു തുക പറഞ്ഞ് ക്ലിഷ്ടപ്പെടുത്തുക പറഞ്ഞാൽ അത് സങ്കടമാ. നാട്ടു നടപ്പൊക്കെ കറിയാച്ചൻ അറിയാലോ. അച്ചായ മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ രണ്ടിരട്ടി കുറയില്ല കൊച്ചപ്പൻ തരുന്നത്. ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെ കൊടുക്കുമ്പോ കൈ നിറച്ച. ആ, ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ആ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തക്ക സമയത്ത് തന്നെ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരു പട്ടക്കാരൻ വേണമെന്നാ കാർന്നോന്മാര് പറയാറ്. മോടെ കോളേജിലെ പ്രൊഫസറാ. അച്ഛൻ ഇരിക്കെ. എൽസമ്മയുടെ കല്യാണം ഉറപ്പിക്കുക. ഓഹോ, അച്ഛോ, ഇത് തോമസ് കുട്ടി ഡോക്ടറാ. അച്ഛൻ ഇരിക്കെ. അപ്പൊ പറഞ്ഞ പോലെ ഉയർപ്പ് പെരുന്നാളിനന്ന് മൂന്നും കൂടെ വിളിച്ചു ചൊല്ലി പിറ്റേ ദിവസം തിങ്കളാഴ്ച കെട്ട്. അതെ. അച്ഛൻ ഇരിക്കുന്നത് ഇതെന്നാ ഇപ്പൊ ഇത്? അല്ല, ഈ വഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ. അതിനെന്ത്? അല്ല, നടക്കട്ടെ. അല്ല, കാപ്പിടിച്ചിട്ട് വാച്ചു. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഈ എൽസമ്മയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എൽസമ്മേ, എതിർത്തൊന്നും പറയരുത്. സ്നേഹിച്ചു പോയ അമ്മച്ചി തടഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സ്നേഹമുള്ളവനാ ജോൺസൺ. അമ്മച്ചിക്ക് ഒരിക്കലും എന്നെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരില്ല. അപ്പച്ചന്റെ മനസ്സ് തണുക്കുമ്പോ ഞങ്ങൾ വന്നോളാം. അനുഗ്രഹിച്ചില്ലെങ്കിലും അമ്മച്ചി ശപിക്കരുത്. കർത്താവേ. ഹലോ, അതെ. അല്ല, ജോയിയ, എന്താ? ഓഹോ, അത് ശരി. എന്താടാ? അല്ല, നമ്മുടെ സണ്ണിയാ. ആ, അവരിന്ന് രാവിലെ രജിസ്റ്റർ മാരേജ് ചെയ്തു. എങ്ങോട്ടാ? ഇത് നേരാണെന്ന് എനിക്കൊന്ന് അറിയണം. വേണ്ട, അങ്ങനെ ഒരു മോളെ ഈ വീട്ടിൽ ജനിച്ചിട്ടില്ല. നീ എന്റെ പാട് നോക്ക്. ഇങ്ങനൊരു മോളെ പ്രസവിച്ചിട്ടില്ല. ഊണിലും ഉറക്കത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒരല്ലലും അറിയിക്കാതെ ഇവളെ പോറ്റുക. ഒരിക്കലും അവളുടെ കണ്ണുകൾ നനയാൻ ഇടയാവരുത്. നല്ലതേ വരൂ,
എന്റെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളുണ്ടാവും. ഫാദർ. നിന്നെ എനിക്ക് തരാത്തതിലോ എന്നെ തല്ലി ചതച്ചാലോ അല്ല എനിക്ക് വിഷമം. അപ്പനും അമ്മയില്ലാത്ത തെണ്ടിന്ന് വിളിച്ച് അധിക്ഷേപിച്ചില്ലേ അതില. നീ കണ്ടോ എൽസമ്മേ, നിന്റെ അപ്പച്ചൻ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ സ്വർഗത്തിൽ നിന്നെ ഞാൻ പോറ്റും. എന്തേ വിശ്വാസമില്ലേ? ആ വിശ്വാസം മാത്രമേ ഉള്ളൂ. മോള് വളർന്നു വലുതായപ്പോ ഒരുപാട് ആശിച്ചു. കർത്താവിനെ മറന്ന് അഹങ്കരിച്ചു, കൊതിച്ചു. വേണ്ടായിരുന്നു. ഒരു മോള് പറക്കണ്ടായിരുന്നു ഇല്ലേ? ഇങ്ങനൊരു മോള് ഇല്ലെന്ന് ഉറപ്പിച്ചതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ദുഃഖിക്കും? കിടന്നുറങ്ങാൻ നോക്ക്. കർത്താവേ, നിന്റെ ഇഷ്ടം. അപ്പനമ്മമാരെ ധിക്കരിച്ച് മക്കള് സ്വന്തം വഴിയെ പോവുക എന്നുള്ളത് ഇതാദ്യമായിട്ടല്ല. തുടക്കത്തിലുള്ള വീറും വാശിയും കഴിയുമ്പോ കഴിഞ്ഞതൊക്കെ മറന്ന് വീണ്ടും കൂടിച്ചേരലല്ലേ പതിവ്. കറിയാച്ചേട്ടന്റെ കാര്യത്തിൽ മാത്രം എന്താ അതങ്ങനെ അല്ലാതായത്? എനിക്ക് അങ്ങനെ ഒരു മകളില്ലാണ്ടാകാൻ അച്ഛനും കൂട്ടു നിന്നിട്ട് എന്നെ ഉപദേശിക്ക. പൊറുക്കാൻ പാടില്ലാത്ത തെറ്റൊന്നും അവര് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് ഈ വിഷയം ഇവിടെ അങ്ങ് നിർത്താം. അച്ഛന് വേറെ വല്ലതും പറയാനുണ്ടോ? ഉണ്ടല്ലോ. ഞാനിവിടുന്ന് സ്ഥലം മാറി പോവുക പൂനെയിലേക്ക്. ഉപരിപഠനത്തിന് എന്ന് വേണമെങ്കിൽ പറയാം. അവിടുന്ന് ചിലപ്പോ ജർമ്മനിയിലേക്ക് പോവും. മനുഷ്യന്റെ കാര്യമല്ലേ കറിയാച്ചേട്ടാ, ഇനി കണ്ടെങ്കിൽ കണ്ടുന്നേ ഉള്ളൂ. പോകുന്നതിന് മുമ്പ് മനസ്സിനടുപ്പമുള്ളവരെ കണ്ട് യാത്ര പറയണമെന്ന് തോന്നി. ഈ കുടുംബം, ബന്ധങ്ങളുടെ നൂലിഴകൾ എന്നൊക്കെ പറയുന്നത് പുറമേ നിന്ന് കണ്ട പരിചയമേ എനിക്കുള്ളൂ. കറിയാച്ചേട്ടന്റെ മനസ്സ് വേദനിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഞാൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ വരട്ടെ. മദ്രാസ് വഴിക്കാണ് പോണത്. എൽസമ്മയും ജോൺസണെയും ഞാൻ കാണുന്നുണ്ട്. അവരോട് എന്തെങ്കിലും ശരി. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും, നിങ്ങളെല്ലാവരും.
കൊച്ചപ്പോ എന്നാ പണിയായി കാണിച്ചത്? ആ വികാരിയച്ച എന്നെ വിളിച്ച് ഒരുപാട് സങ്കടം പറഞ്ഞു. പള്ളിയുടെ വർണ്ണച്ചോദരൊന്നും ഇനി വയ്യടാ, വയ്യ. എസ്റ്റേറ്റിലെയും തോപ്പിലെയും കാര്യങ്ങളും പഴയ പോലെ ഓടി നടന്നു നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ കൊണ്ടാവും ഏറ്റെടുത്തോ, അത് പറയാനായി ഇപ്പൊ വിളിപ്പിച്ചത്. കൊച്ചപ്പൻ എന്നിട്ട് എന്നാ ചെയ്യാൻ പോവാ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? നിനക്കും കൊള്ള മുതലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒക്കെ നടത്ത. ഇതിന് വെക്കതായിട്ട് ഇപ്പൊ എന്നതാ ഉണ്ടായി? എനിക്ക് വയ്യ ജോയിക്കുട്ടി, ഒന്നിനും വയ്യ. എൽസമ്മയുടെ കത്തുണ്ടായിരുന്നു. അവള് ഗർഭിണിയാ. ആരോരും സഹായത്തിനില്ലാതെ അവക്കൊരു കുഞ്ഞുണ്ടാകുന്നതും അതിനെ കളിപ്പിച്ചും വളർത്തി നമ്മൾ കഴിയുന്നതും എന്തോ ഒരു സ്വപ്നം കണ്ട. അന്യനാട്ടിൽ ഒറ്റയ്ക്ക് കടിഞ്ഞൂൽ പ്രസവ. തനിക്ക് പോണോ? പൊയ്ക്കോ. പ്രസവം കഴിഞ്ഞ് 90 കഴിഞ്ഞ് തനിക്ക് ഇഷ്ടമുള്ളവ പോന്നാ മതി. തിരിച്ചു വരുമ്പോ ഈ അടുപ്പവും അവകാശവും പ്രതീക്ഷിക്കരുത് ഒരിക്കലും. വാഴ്ത്തിടും നീതാ സ്വർഗനായകാ, കാത്തുകൊള്ളുക നീ സർവദായകാ. വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ, മധുരം നിന്നാമം പാവ. എന്നെ കുട്ടി, എന്നെ കുട്ടി. പേടിക്കണ്ട. എനിക്ക് തോന്നുന്ന കറിയച്ച മനസ്സിന്റെ ആദ്യം അന്നെ കുട്ടിക്കുന്നു. ആദ്യം ഒരാൾക്ക് മാത്രമല്ലല്ലോ ചേട്ടത്തി, എല്ലാവർക്കും ഇല്ലേ? ഞാൻ സഹിക്കുന്നില്ലേ? സഹിക്കണം കുറച്ചൊക്കെ, അല്ലാതെ എന്ത് ചെയ്യും? സൂസി,
ഇതിലൊരു മരുന്ന് കിട്ടിയിട്ടില്ല. നാളെ തരാന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? സ്വല്പം കൂടുതലാ. പരസഹായം കൂടാതെ ഒന്നിനും ആവില്ലെന്നായി. വാശിയും വഴക്കും ഇനിയെങ്കിലും മറക്ക. എൽസമ്മയെ വിളിപ്പിച്ചേ പറ്റൂ. ഒന്നുമില്ലെങ്കിലും മോളല്ലേ, അവളുടെ ശുശ്രൂഷ അന്നക്കുട്ടിക്ക് ഇപ്പൊ കൂടിയേ തീരും. മക്കളില്ലാത്തവർക്കും അസുഖങ്ങൾ ഉണ്ടാവാറില്ല ചേട്ടത്തി. ഇപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ അത് പറ. അന്നക്കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. അവക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പോയാൽ എങ്ങനെയാ കറിയച്ചാ? ജോയിക്കുട്ടി വലിയ ഡോക്ടറെ കാണാൻ പോയിരിക്ക. ഇന്ന് രണ്ടിലൊന്ന് പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. അലോപ്പതി പറ്റില്ലെന്നായപ്പോ ഹോമിയോ നോക്കി. അത് കഴിഞ്ഞിപ്പോ ആയുർവേദം. കൊല്ലം 4 കഴിഞ്ഞില്ലേ? എന്തായി ജോയിക്കുട്ടി? ചികിത്സ കൊണ്ട് ഇനി ആശിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അതേം കിടന്ന് കഷ്ടപ്പെടാണ്ട് കർത്താവ്, സത്യം പോകാനുള്ള യോഗ അവക്ക